الحمد لله الحمد لله الكفى والصلاة والسلام على رسول المصطفى وعلى آله وصحبه الشرفة. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه. എൻ്റെ സംസാരം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളിൽ ഒന്നായ വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ റമദാനിനെ വരവേൽക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. എന്നാൽ എത്ര പെട്ടെന്നാണ് ഈ റമദാൻ നമ്മിൽ നിന്നും കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമദാനിലെ പുണ്യദിനരാത്രങ്ങൾ വിട പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ റമദാനിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് സ്വയം വിചാരണ നടത്തേണ്ടതുണ്ട്. പരലോക വിജയത്തിനായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, അതാണ് ശാശ്വതമായ വിജയം എന്ന് നമുക്ക് ഖുർആനിൽ വ്യക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞാന് അള്ളാഹു അല്ലാതെ ഇലാഹില്ല, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് എങ്കിൽ, അതുപോലെ തന്നെ 5 നേരത്തെ നമസ്കാരവും സക്കാത്തും ഞാൻ കൃത്യമായി നിർവഹിക്കുകയാണ് എങ്കിൽ, റമദാനിലെ നോമ്പ് നോൽക്കുന്നതും നിന്ന് നമസ്കരിക്കുകയും ഞാൻ കൃത്യമായിട്ട് ചെയ്യുകയാണ് എങ്കിൽ ഞാൻ ആരാണ് എന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോ റസൂലുള്ള പറഞ്ഞത് മിനസ്സുദ്ദീഖീന വശുഹദാ, രക്തസാക്ഷിത്വം വരിച്ചവരുടെയും സത്യപ്പെടുത്തുന്നവരുടെയും കൂടെയാണ് എന്നാണ് റസൂലുള്ള അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഹോദരി സഹോദരന്മാരെ, ആത്മസംസ്കരണത്തിനായി അള്ളാഹു നൽകിയ പ്രത്യേക അവസരം കൂടിയാണ് ഈ പുണ്യ റമദാൻ. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് നോറ്റാൽ, അള്ളാഹു 70 വർഷം വഴിദൂരം സഞ്ചരിച്ചാൽ അത്രയും ദൂരം നരകത്തിൽ നിന്ന് അയാളുടെ മുഖത്തെ അള്ളാഹു അകറ്റുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇവിടെ സൂറത്തുൽ ഹാഖയിലെ 19-ാമത്തെ ആയത്ത് മുതൽ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ ഭാഗം, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ഏതൊരുവൻ തന്റെ ഗ്രന്ഥം കർമ്മരേഖ, നമ്മൾ ഇതുവരെ ദുനിയാവിൽ ചെയ്തിട്ടുള്ള ആ കർമ്മങ്ങളുടെ രേഖ തന്റെ വലതു കൈയിൽ കൊടുക്കപ്പെടുന്നുവോ, അവൻ പറയും ഫയഖൂലു ഹാഉം ഖ്റഊ കിതാബിയ, ഇതാ എടുത്തുകൊള്ളുവിൻ, എന്റെ ഗ്രന്ഥം നിങ്ങൾ വായിക്കുവിൻ എന്ന് പറയും. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, നിശ്ചയമായും എന്റെ വിചാരണയെ ഞാൻ കണ്ടുമുട്ടുന്നവനാണ് എന്ന് ഞാൻ മുമ്പേ ധരിച്ചിരിക്കുന്നു. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്ത് നിന്ന് നമ്മൾ വിചാരണ സമയത്ത് നമ്മുടെ കയ്യിൽ വലത് കയ്യിൽ കിട്ടുന്ന ഗ്രന്ഥം, അത് നമുക്ക് സന്തോഷത്തോടെ വാങ്ങുവാന്, വാങ്ങി ആ വിചാരണയെ നമ്മൾ സന്തോഷപൂർവ്വം നേരിടാന്, അത് മുന്നേ നമ്മൾ ചെയ്തു വെക്കുമ്പോൾ പരലോകത്ത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് നമുക്ക് പ്രവർത്തിക്കുവാന്, അതുമായിട്ട് നല്ല രീതിയിൽ അള്ളാഹുവിന്റെ വിചാരണ നമുക്ക് ലഭിക്കും എന്ന ബോധത്തോടു കൂടി ഈ ഇഹലോകത്ത് നമുക്ക് ജീവിക്കുവാനും അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നുള്ള വിചാരണ നമുക്ക് ഉണ്ടായാൽ, അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് ഫഹുവ ഫീ ഈശത്തിർ റാളിയ, അവൻ തൃപ്തികരമായിട്ടുള്ള ജീവിതമായിരിക്കുമെന്നാണ്. വീണ്ടും അള്ളാഹു പറയുകയാണ് ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ് അടുത്ത ആയത്തിൽ ഖുതൂഫുഹാ ദാനിയ,
അതിൽ പറിച്ചെടുക്കുന്ന പഴങ്ങള് അത് താഴ്ന്ന് അടുത്തേക്ക് വരുന്നവയായിരിക്കും. നമ്മൾ കൈയേന്തിച്ച് നമുക്ക് അതിന് പറിക്കാൻ വേണ്ട ആയുധങ്ങളോ അതിന് വേണ്ട സാമഗ്രികളൊന്നും തിരയാതെ തന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന രൂപത്തിലാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഖുതൂഫു ഹാദാനിയ, അത് നമ്മുടെ അടുത്തേക്ക്, ആ പഴങ്ങൾ അടുത്തേക്ക് താഴ്ന്നു വരുന്നതായിട്ട് നമുക്ക് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ശേഷം അള്ളാഹു പറയുന്നത് കുലു വഷ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കുലു, നിങ്ങൾ തിന്നുവിൻ, വഷ്റബു, നിങ്ങൾ കുടിക്കും, ഹനീഅൻ, ആനന്ദപൂർവം. അപ്പൊ ആനന്ദപൂർവ്വം നിങ്ങൾ കുടിക്കുകയും തിന്നുകയും ചെയ്തു കൊള്ളുവിൻ. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞു പോയിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മുൻ ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട് എന്ന് അവിടെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ചെയ്തു പോയതിന്റെ ഫലമായിട്ട് എന്ന് സൂചിപ്പിക്കുന്നത് ഇമാം മുജാഹിദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിട്ടുള്ള താബി പണ്ഡിതനായിട്ടുള്ള തഫ്സീർ ചെയ്തപ്പോൾ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് നോമ്പുകാരെ പറ്റിയാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അല്ലാഹു അലം. ഈ ദുനിയാവിൽ നമ്മൾ നോമ്പിന്റെ അല്പസമയം അന്നപാനീയങ്ങൾ വെടിഞ്ഞതിന്റെ അനുഭൂതിയായിക്കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാവുന്ന എത്രയേറെ കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ നമുക്ക് അല്ലാഹു തആല പറഞ്ഞു തരുന്നത്. ഉന്നതമായ സ്വർഗം, ഫി ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ, അടുത്ത് വരുന്ന പഴങ്ങള്, അതുപോലെ ഫഹുവ ഫി ഐഷത്തി റാളിയ, അതിലെ നമ്മുടെ സംതൃപ്തമായിട്ടുള്ള ജീവിതമായിരിക്കും. അപ്പൊ നമുക്ക് ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നമ്മള് മുൻ ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുമ്പോൾ നമുക്കതുപോലെ നമ്മുടെ ഈ റമദാനിലൂടെ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങള്, റമദാനിന്റെ ജീവിത ചിട്ടയനുസരിച്ച് നമുക്ക് കൂടുതൽ പുണ്യങ്ങൾ നേടുവാന്, അങ്ങനെയുള്ള നോമ്പുകാരായി തീരുവാന്, അത്തരം നോമ്പുകാർക്ക് റയ്യാൻ എന്ന കവാടം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെ ഒരു സ്വഹാബി വന്ന് ചോദിച്ചപ്പോ, റസൂലുള്ളാഹിനോട് റയ്യാൻ കവാടത്തെ പറ്റി ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞത്, റയ്യാൻ കവാടത്തിലൂടെ നോമ്പുകാർക്ക് മാത്രം പ്രവേശിക്കാനുള്ളതാണ്. നോമ്പുകാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അടക്കപ്പെടും. നോമ്പുകാർക്കല്ലാത്ത ഒരാൾക്കും അതിലൂടെ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോ സജ്ജനങ്ങളായിട്ടുള്ള ഭാഗ്യവാന്മാർക്ക് അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അവരുടെ വലം കൈകളിൽ കൊടുക്കപ്പെടുമ്പോൾ അത് ലഭിക്കുമ്പോഴുള്ള ഒരു അഭിമാനവും സന്തോഷവുമായിരിക്കും. അത് മറ്റുള്ളവർക്ക് വായിച്ചു നൽകുവാൻ ആവേശം തോന്നുന്നതായിരിക്കും എന്നൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത്. ഇങ്ങനെയുള്ള രീതിയിൽ നോമ്പെടുത്ത് നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് ഏവർക്കും സാധ്യമാവട്ടെ എന്ന് ഇതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന ചിന്തയോടെ ഇഹത്തിൽ ബോധപൂർവം പ്രവർത്തിച്ചു പോന്നത് കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിയെ ഉന്നം വെച്ച് ജീവിച്ചു വന്നിട്ടുള്ള ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടാനുസരണം സർവസ്വതന്ത്രമായിട്ട് ശാശ്വത വ്യവഹാരം കൈക്കൊള്ളുവാൻ ഉന്നതമായ സ്വർഗമുണ്ട് എന്നുള്ള ബോധം, ഈ ബോധത്തോടു കൂടി നമ്മുടെ നോമ്പിന് നമ്മളോട് ഓരോ ദിവസവും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കഴിയാനായല്ലോ എന്നുള്ളൊരു മനസ്സിനൊരു എന്താ പറയാ, വല്ലാത്തൊരു പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കഴിയുന്നത്ര ഇബാദത്തുകൾ എടുത്ത് ജീവിതം ചിട്ടപ്പെടുത്തുവാനും നമുക്ക് അവർക്കും സാധ്യമാവട്ടെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുള്ള ഈ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഏവർക്കും ഉൾപ്പെടാൻ സാധ്യമാകുമാറാവട്ടെ. നോമ്പുകാർക്ക് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള റയ്യാൻ കവാടത്തിലൂടെ നമുക്ക് ഏവർക്കും പ്രവേശിക്കുവാൻ സാധ്യമാവട്ടെ.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അൽഹംദുലില്ലാഹ്, വളരെ നന്നായിട്ട് തന്നെ ഷബീബ് ടീച്ചർ വിഷയം അവതരിപ്പിച്ചു, സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലേക്ക് തന്നെയാണ് ടീച്ചർ നമ്മുടെ ശ്രദ്ധ എത്തിച്ചിട്ടുള്ളത്. സ്വർഗത്തെക്കുറിച്ചും ആ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനും ഒരു വിധത്തിൽ മനുഷ്യനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിനൊന്ന് ഇമാജിൻ ചെയ്യാനും വിഷ്വലൈസ് ചെയ്തിട്ട് ആ സ്വർഗമാണ് എനിക്ക് നേടിയെടുക്കാനുള്ളത് എന്ന ഓർമ്മയിൽ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10ലേക്ക് കടക്കുക. അവസാനത്തെ 10ലേക്ക് കടക്കുമ്പോൾ നമ്മളേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇഅ്തികാഫിനെ നമുക്ക് കാണാൻ സാധിക്കും. അവസാനത്തെ 10ന് വേണ്ടി പ്രവാചകൻ പ്രത്യേകം ഒരുങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് എണീക്കുമ്പോൾ ഒന്ന് മുറുക്കി കൊടുക്കുമല്ലോ, അതുപോലെ പ്രവാചകൻ ഒന്നുകൂടെ മുറുക്കി കൊടുക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ഇത് സഹാബത്ത് എല്ലാവരും തുടർന്നു പോന്നിരുന്ന ഒന്നാണ്. അപ്പോൾ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പള്ളിയിൽ നമ്മൾ ആരാധനയിൽ മുഴുകിയിട്ട് അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തു പോകാതെ അത് പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എത്രയാണോ നമ്മളെ കൊണ്ട് പറ്റുക അതിന് നമ്മൾ മുൻകൂട്ടി ഒരുങ്ങുകയും തയ്യാറാകുകയും ചെയ്യാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അവസരമാണ് റമദാൻ എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മാസങ്ങൾ പലതും കഴിഞ്ഞുപോയി, ഈ വർഷത്തിൽ അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേക അവസരമാണ്. ഈ അവസരം എന്ന് പറഞ്ഞാൽ എല്ലാ അടിമകളും സ്വർഗത്തിലെത്തണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന കാരുണ്യത്തിൻ്റെ നിറകുടമായ റബ്ബ് മനുഷ്യന് വേണ്ടി ഒരു അവസരം ഒരുക്കുകയാണ്. എൻ്റെ അടിമ അവൻ സ്വർഗത്തിലെത്തണം എന്ന ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം റമദാനെ നമുക്ക് വീണ്ടും തരാം. ഈ റമദാനിൽ തന്നെ ആദ്യത്തെ 10 കഴിഞ്ഞു, രണ്ടാമത്തെ 10 കഴിഞ്ഞു. ഈ 2 10 തീരുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകൾ നികത്താനും കുറച്ചുകൂടെ കൂടുതൽ ആവേശത്തോടു കൂടി അടുത്തതിനെ സ്വീകരിക്കാൻ ഒരു പ്രത്യേക അവസരം കൂടെ അള്ളാഹു നൽകുന്നുണ്ട്. ആ അവസരമാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്കറിയാം. അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആ ഒരു 1000 മാസത്തിൻ്റെ ദൈർഘ്യം നമ്മളൊന്ന് കൊണ്ടുവരികയാണെങ്കിൽ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതകാലത്ത് ഒരു 60 70 80 വർഷം ജീവിക്കുന്ന മനുഷ്യൻ ആ ജീവിതകാലത്ത് ജനനം മുതൽ മരണം വരെയുള്ള സമയം അവന് പ്രവർത്തനത്തിൽ മാത്രം മുഴുകിയിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. എന്നാൽ പോലും അവന് എത്തിപ്പെടാൻ കഴിയാത്ത അത്രയും വലിയ ഒരു അവസരം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. 1000 മാസം ഒരു നന്മ ഒരു രാത്രി ഒരാൾ ചെയ്താൽ ആ നന്മക്ക് 1000 മാസങ്ങൾ അത് ആവർത്തിച്ചതിൻ്റെ പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ടാണ് അള്ളാഹു നൽകുന്നത്. ഇത് നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട, അള്ളാഹു അത്ര കാരുണ്യത്തോടു കൂടിയാണ് എൻ്റെ അടിമ ഉറപ്പായിട്ടും സ്വർഗത്തിലെത്തണം എന്ന് അത്രമാത്രം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ തരുന്നത്.
മനുഷ്യനത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ അവസരത്തെ നമ്മൾ മനസ്സിലാക്കിയത് ആ അവസരം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് കഴിഞ്ഞ റമദാനിൽ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് മാറ്റം വേണമെങ്കിൽ മാറ്റം വരുത്തിയിട്ട് ഈ കഴിഞ്ഞ 2 പത്തുകളും എങ്ങനെ മുന്നോട്ട് പോയോ അതിൽ നിന്ന് വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ റമദാന് സാധിക്കണം. ഈ റമദാനിൽ ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് അള്ളാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥന നടത്തിയപ്പോൾ റസൂൽ ആമീൻ പറഞ്ഞ ഒരു പ്രാർത്ഥന ഉണ്ട്. അത് മിമ്പറിൽ നിൽക്കുമ്പോൾ അത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു റമദാന് കിട്ടിയിട്ട് അവൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് അള്ളാഹുവിൽ അടുക്കാൻ സാധിക്കാതെ വന്നാൽ അവൻ്റെ മേലിൽ ശാപം ഉണ്ടാകട്ടെ എന്ന്. അതിൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം, അത് ആമീൻ പറയുന്ന പ്രവാചകനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. അപ്പൊ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ ഈ റമദാൻ. ഈ റമദാനിലെ ലൈലത്തുൽ ഖദർ, ഈ റമദാനിലെ ലൈലത്തുൽ ഖദർ എനിക്കൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ എന്ന് നമ്മൾ തീരുമാനിക്കുക. മറ്റാര് തീരുമാനം എടുത്താലും അത് നടക്കില്ല. നമ്മുടെ കാര്യത്തിൽ നമ്മൾ തന്നെ തീരുമാനം എടുക്കണം. അതിന് ചിലപ്പോൾ സൗകര്യങ്ങൾ വേണ്ട രൂപത്തിലുണ്ടാവില്ല, വേണ്ട രൂപത്തിലുള്ള സപ്പോർട്ട് നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വേണ്ട രൂപത്തിലുള്ള ഭക്ഷണവും കാര്യങ്ങളും ക്രമീകരണവും ഒക്കെ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. എങ്കിലും ആ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഈ ലൈലത്തുൽ ഖദർ നമുക്കുള്ളതാണ് എന്ന് നമ്മൾ ആലോചിക്കുക. പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്ന ഈ വലിയ അവസരത്തെ ഉറപ്പായിട്ടും ഉപയോഗപ്പെടുത്തണം എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി നമുക്കിതിനെ ഏറ്റെടുക്കാം എന്ന് മാത്രമാണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. വളരെ നന്നായിട്ട് തന്നെ ഷബീബ് ടീച്ചർ സംസാരിച്ചിട്ടുണ്ട്. ഈ കൂട്ടായ്മയിൽ ഉള്ള എല്ലാ ആളുകളും നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇതിന് പ്രേരിപ്പിക്കാനും മറ്റുള്ളവർക്ക് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാനും പരിശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, ഈ കൂടിയിരുത്തം അവൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന സ്വാലിഹായ കർമ്മമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ പാരായണവും ഞങ്ങളുടെ പഠനവും ഞങ്ങളുടെ തദബ്ബുറും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആനിനെ ഏറ്റെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനൽ മുർസലീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.